God says about David. That he is a man after my own heart, or God's own heart. ചില പ്രിയപ്പെട്ട ദൂരത്തിൽ നിന്ന് വന്നവർക്ക് ഇംഗ്ലീഷ് അത്രയും പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് അവർക്കും മലയാളത്തിൽ അതിനുവേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമായിരുന്നു. This is one epitaph or one sentence which God himself says about David, that he is a man after God's own heart, my own heart. ദാവീദിനെ കുറിച്ച് ദൈവം തന്നെ പറയുന്ന ഒരു ലേബലാ എങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ദാവീദ് എന്നുള്ള കാര്യം. So many times we would like to hear others' opinions. No, we want people to say that we are religious. We want people to say that we are good people. We are good doctors. We are good in our work. We are nice people. But this is something which God Himself says about David. നമുക്ക് എല്ലാവർക്കും നമ്മളെ കുറിച്ച് പറയുന്നത്, നല്ല കാര്യങ്ങൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ബട്ട് അത് പല സമയത്തും അതൊക്കെ വാസ്തവമായിരിക്കണമെന്നില്ല. ബട്ട് അത് ദൈവം തന്നെ യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ എത്ര സത്യം അത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യം. And that too twice in the Bible. അത് 2 പ്രാവശ്യം കർത്താവ് ഇങ്ങനെ പറയുന്നതായിട്ട് കാണാം. It was not during his repentance, or it was not during the time when he was doing things well in the kingdom of Israel. One was before he was anointed king, and one was even after his death. ഈ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അത് ദാവീദിനെ രാജാവാകുന്ന മുമ്പ് തന്നെ കർത്താവ് പറയുകയും അത് മാത്രമല്ല അവൻ്റെ പ്രശ്നങ്ങൾ കൂടെ പ്രയാസങ്ങളും അവൻ്റെ പാവങ്ങളുടെ സമയത്തല്ല ഇത് പറയുന്നത്. So first we see that in 1 Samuel chapter 13 verse 14, where Samuel is being given the instruction, and Samuel is telling Saul that God has chosen someone else who is after his own heart. 1 സാമുവേൽ 13 അധ്യായത്തിലാണ് ആദ്യമായിട്ട് പറയുന്നത് എങ്ങനെ ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഭാഗം. Verse 14, but now your kingdom must, and Samuel is telling Saul, but now your kingdom must end, for the Lord has sought out a man after his own heart. The Lord has already appointed him to be the leader of his people, because you have not kept the Lord's command. 1 സാമുവേൽ 13-14 വാക്യത്തിൽ അത് അവിടെ ഉണ്ടല്ലോ, അത് വായിക്കുമ്പോൾ നമുക്കറിയാം. Then we read about the epitaph of God telling David as a man after his own heart in Acts chapter 13 verse 22. പിന്നൽ അത് വീണ്ടും പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തികളുടെ 13:22 നമുക്ക് കാണാം. ഇതേ തന്നെ അവിടെ ആ ഭാഗങ്ങൾ ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതായിട്ട്. Where Paul is preaching to the Pisidian Antioch people and telling about the history of Israel, where he says in verse 22, but God removed Saul and replaced him with David, a man about whom God said, I have found David son of Jesse, a man after my own heart. He will do a man after my own heart. Yes. അവിടെ പിസിദിയൻ ആന്റിയോക്കിലെ അവിടെ പൗലോസ് പ്രസംഗിച്ചതിടത്ത് ഇത് തന്നെയാ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പൗൾ ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നതായിട്ട് പറയുക. Paul continues to say that it is probably because he will do everything I want him to do. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു ഞാൻ പറയുന്ന ഒക്കെയും അതുപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയായി എന്ന് ഉള്ള രീതിയിൽ. This is David. ഇതാ ദാവീദിന്റെ സ്വഭാവം. A man who seeks God's heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവത്തിന്റെ മനസ്സിൽ എന്തോ കിടക്കുന്ന ഹൃദയത്തിൽ എന്തോ ഉണ്ട് എന്ന് അന്വേഷിക്കുന്ന വ്യക്തിയായിരുന്നു. A man who wants to know what is in God's heart. എന്തോ ദൈവത്തിനുണ്ട്, ദൈവം എന്തോ ഉദ്ദേശിക്കുന്നു അറിയാനുള്ള ആഗ്രഹം. Who is in close contact with God's heart. ഈ കർത്താവിന്റെ ഹൃദയത്തോട് അടുത്ത് നിന്ന വ്യക്തി. Not just knowing, he obeys whatever God wants him to do. അത് അറിയാൻ മാത്രമല്ല അതുപോലെ അനുസരിക്കുകയും കൂടെ ചെയ്ത വ്യക്തിയായിരുന്നു. Everything he is asked to do. എല്ലാം കർത്താവ് പറഞ്ഞത് ഒക്കെയും അതുപോലെ ചെയ്ത വ്യക്തിയായിരുന്നു. Now we look into the life of David to see what is it that made God tell about him that he is after my own heart. ദാവീദിന്റെ ജീവിതത്തെ ഒന്ന് നോക്കുമ്പോൾ എന്താ കാരണം, ദൈവം ഇങ്ങനെ പറയാൻ എന്താ കാരണം?
In 1 Samuel chapter 16 verse 17, 1 സാമുവേൽ 16:17 വാക്യത്തില് 7, sorry, thank you. 16:7 Where Samuel is anointing David as king. ആ സമയം പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ഒരു സന്ദർഭമാണല്ലോ. So Jesse's sons are all coming. First comes Eliab, then comes the second son, third Shimei. One by one, the sons are coming in front of Samuel, and each time Samuel thinks, what? Yeah, probably he is tall, he is handsome. Probably he is the one that God has selected. അങ്ങനെ ജെസ്സിയുടെ മക്കളൊക്കെയും ഓരോരുത്തരായിട്ട് ആദ്യം തൊട്ട് 2-3 അങ്ങനെ വരുമ്പോൾ അവരെ കൊണ്ട് സാമുവേൽ പ്രവാചകന്റെ മുമ്പ് കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാം. Samuel thinks each time, yes, surely this is whom the Lord has chosen. എല്ലാ മക്കളെയും ജെസ്സിയുടെ മക്കൾ ഓരോരുത്തരും മുന്നേ സാമുവേൽ പ്രവാചകന് മുമ്പ് വരുമ്പോൾ ആ സാമുവേൽ അവരെ കാണുമ്പോൾ ചിന്തിച്ചത് ഇത് തന്നെ ആയിരിക്കും ദൈവം തെരഞ്ഞെടുത്തത്. But then the Lord rejects all of them. ഇങ്ങനെ ഓരോരുത്തരെയും മുന്നിൽ വന്നവരൊക്കെയും കർത്താവ് തെരഞ്ഞെടുത്തില്ല എന്ന് സാമുവേൽ മനസ്സിലാക്കി. And finally Samuel asked Jesse, are these the only ones you have? Do you have someone else? അവസാനം സാമുവേൽ ചോദിച്ചു, ഇത് തന്നെ ഇത്രയേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട നിലവാരം വന്നു. Jesse says, there is one more who is out there somewhere guarding my sheep, one small boy. അത് ജെസ്സി പറഞ്ഞു, ഒരുത്തൻ കൂടെ അവിടെ ഉണ്ട്, അവൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുക. He's the smallest, he's the youngest. അവനൊരു ചെറിയ പൈതലാണ്, ഏറ്റവും ഇളയതാണ്. No use. അവനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Samuel calls him and asks him to be brought at once. സാമുവേൽ പറഞ്ഞു ഉടനെ അവനെ വിളിക്കണമെന്ന് കൽപ്പിച്ചു. And in verse 7 we read, the Lord doesn't see things the way you see them. People judge by outward appearance, but the Lord looks at the heart. 7-ാം വാക്യത്തിൽ 1 സാമുവേൽ 7:16 പറയുന്നത്, കർത്താവ് മനുഷ്യൻ നോക്കുന്നത് പോലെ വെളിയിലല്ല, ഉള്ള നോക്കുന്നതായിട്ട് ഇവിടെ ആ വാക്യത്തിൽ കാണുന്നത്. Why is it that God testifies that David is a man after my own heart? എന്താ ദൈവം ഇങ്ങനെ പറയാൻ കാര്യം? ഇവൻ എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെന്ന് കർത്താവ് ദാവീദിനെ കുറിച്ച് പറയാനുള്ള കാരണം, not because he defeated Goliath, ആ ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ചോണ്ടല്ല, അത് not because he is a mighty warrior who is going to defeat many Philistine armies. വലിയ പരാക്രമശാലിയായിട്ട് പല യുദ്ധങ്ങളെ വിജയിക്കാൻ പോകുന്ന വ്യക്തി ആയതുകൊണ്ടല്ല, not because he is going to write so many psalms, ഒരു പല സങ്കീർത്തനങ്ങൾ എഴുതാൻ പോകുന്ന ഒരു വ്യക്തി എന്നല്ല, not because he is going to repent after he sins, ഈ പാപം ചെയ്തിട്ട് പിന്നെ അനുദപിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലുമല്ല, not because of the doings, ആ പല പ്രവൃത്തികൾ ചെയ്യുന്നൊന്നുമല്ല, but because of the being. അവൻ എന്തോ ആയിരുന്നു, ആരായിരുന്നു എന്നുള്ള ആ അടിസ്ഥാനമായിട്ടുള്ള കാരണം നിമിത്തമാണ് ദൈവം അവനെ അങ്ങനെ വിളിച്ചത്. God looks into the heart of David and sees a person who seeks God with his whole effort. ദൈവം ദാവീദിന്റെ ഉള്ളത്തിലുള്ള ആരായിരുന്നു എന്ന് കാണുകയും അതാ കർത്താവ് അത് മാനിക്കുകയും ചെയ്തു. And it is out of this heart comes all these doings. ഈ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് നമ്മുടെ പല കാര്യങ്ങളും വെളിയിലോട്ട് വരുന്നത്. No, not us. David is doing these things out of this heart. ഈ ദാവീദ് ആരായിരുന്നു? ആ ദാവീദിന്റെ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാ വെളിയിൽ നമ്മൾ കാണാൻ സാധിക്കും. The importance is to the being, not the doing. അവൻ ആരായിരുന്നു എന്നുള്ള രീതിയാ, അവൻ എന്തോ ചെയ്തു എന്നല്ല അതിനകത്ത് പ്രാധാന്യം. Many times we think it the other way. നമ്മൾ പല സമയത്തും ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ട്, നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാ നമ്മൾ വിലയിരുത്തുന്നത്. Many times we think that our identity is based on what we do. നമ്മുടെ സ്വന്തം നമ്മൾ ആരാന്നുള്ള കാര്യം നമ്മൾ എന്തോ ചെയ്യുന്നു എന്നുള്ള കണ്ടിട്ടാ നമ്മളെ ഐഡന്റിറ്റി, നമ്മുടെ വ്യക്തിത്വത്തെ കാണുന്നത്. The identity is not based on what you do. നമ്മുടെ വ്യക്തിത്വം നമ്മൾ എന്തോ ചെയ്യുന്നു എന്നല്ല അനുസരിച്ചല്ല. Your doing has to be based on your identity. നമ്മുടെ ചെയ്യുന്നത് നമ്മൾ ആരാ എന്നുള്ളത് അനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. We just read that he is being testified as a person who obeyed everything God commands. ഈ ദാവീദ് ദൈവം പറഞ്ഞ ഒക്കെയും എല്ലാം ചെയ്തു എന്നാണ് നമുക്ക് കാണുന്നത്. He wanted to build something for God. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം, പണിയണം എന്ന് ദാവീദ് വലിയ when he was enjoying in his palace,
when he was enjoying his life as king, everything settled, what does he think? Oh, I am enjoying my life here. The ark of the covenant is in a tent. ഈ കൊട്ടാരത്തിൽ രാജാവെന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും സമാധാനമായിട്ടും എല്ലാം ഇരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാവീദിന്റെ ഹൃദയം, അയ്യോ ദൈവത്തിന്റെ പെട്ടകം അത് ഒരു ടെന്റിലാണല്ലോ എന്നുള്ള ഒരു കരുതലായിരുന്നു ദാവീദിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നത്. When we look into David's life, every moment, every verse, every single moment he was thinking about God. ഇങ്ങനെ നമ്മൾ ദാവീദിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ എല്ലാ സമയത്തും കർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. That is why he is called as a man after God's own heart. അതുകൊണ്ട് തന്നെയാ ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. So as we look into the life of David and see his being, not just the doing, we see his being. We see 5 main qualities that we can emulate as Christians. ഇങ്ങനെ ദാവീദിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ ആ ദാവീദ് ആരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ 5 കാര്യങ്ങൾ വ്യക്തമായിട്ട് അവനെ കുറിച്ച് കാണാൻ സാധിക്കും. And probably this is the core in which because of which God has called him as a man after my own heart. ഈ കാരണങ്ങൾ നിമിത്തമാ കർത്താവ് അവനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ തന്നെ നമുക്ക് ചിന്തിക്കാം. Many times we think that defeating a Goliath-sized problem or doing something which David did was probably impossible. ഇങ്ങനെ പല സമയത്ത് നമ്മൾ ചിന്തിക്കും അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങൾ ദാവീദ് ചെയ്തുകൊണ്ടാ നമുക്കത് അങ്ങനെ പറഞ്ഞു തന്നെ ചിന്തിക്കാം. But a very small boy who based his life on what God wants, he about him, God himself says that he is a man after my own heart. ഒരു ചെറിയ പൈതലായിരിക്കുമ്പോൾ തന്നെ ദാവീദിനെ കുറിച്ച് ദൈവം അങ്ങനെ പറയണമെങ്കിൽ ആ പൈതലിന്റെ ഉള്ളിലുള്ള ദൈവത്തിലുള്ള കരുതലും സ്നേഹമായിരുന്നു എന്നാണ് ചിന്തിക്കുക. First we look into faith. നമ്മൾ ആദ്യമായിട്ട് 5 കാര്യങ്ങളിൽ ഒന്ന് ആദ്യമായിട്ട് കാണാവുന്ന വിശ്വാസം. Faith, we know the definition of faith in Hebrews 11:1. We read that faith is being sure of what we hope for and certain of what we do not see. എബ്രായർ 11:1 നമ്മൾ കാണുന്നല്ലോ, വിശ്വാസം എന്നത് നമ്മൾ ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നുള്ള കാര്യമാണല്ലോ. This is by heart for us. ഇത് നമുക്ക് മനഃപ്പാഠമാണ്. We know it in theory. നമ്മൾ തിയറി ആയിട്ട് നമുക്ക് പറയാൻ എല്ലാവർക്കും ആയതുകൊണ്ട് പറയാൻ എല്ലാവർക്കും അറിയാം. Faith means for all I trust him. വിശ്വാസം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന്, പൂർണ്ണമായിട്ട് അവനെ വിശ്വസിക്കുന്നു എന്ന് അർത്ഥമാ. For all I trust him, faith. എല്ലാത്തിനും അവനെ വിശ്വസിക്കുന്നു, അതാ വിശ്വാസം എന്ന് പറയാം. Now God, we trust in this God who has taken care of our salvation, no? നമ്മളെ രക്ഷിച്ച കർത്താവിനെ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. We know that this God has saved us from eternal hell by the death on the cross. ഈ കർത്താവ് നമ്മുടെ നിത്യനാശത്തിൽ നിന്ന് കർത്താവിന്റെ മരണം മുഖാന്തരം നമ്മളെ രക്ഷിച്ചതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. We believe this. നമ്മൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. There is no doubt or there is no confusion regarding this. അതിനെക്കുറിച്ച് ഒരു സംശയം നമുക്കില്ല. And if we believe God has promised what, we will be called children of God. നമ്മൾ എല്ലാവർക്കും അറിയാം, നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ അങ്ങനെ അത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മക്കളായി തീരുമെന്നുള്ള വിശ്വാസമുണ്ട്. We believe this. നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ട്. But when we face crisis, what is our belief? നമ്മൾ പ്രതിസന്ധികൾ അതെല്ലാം വിശ്വസിച്ചെങ്കിൽ കൂടെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ പോകും? God who has called us, will he not take care of us for eternity is what we believe, no? ദൈവം നമ്മളെ വിളിച്ച ദൈവം നമ്മളെ എല്ലാ സമയത്തും നിത്യതയോളം നടത്തും നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. We trust him for our eternal things. നമ്മളെ നിത്യതയെക്കുറിച്ച് നമ്മൾ എല്ലാ നിത്യ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. We believe that he is going to come back and take us back into heaven and we are going to live with him for eternity. നമുക്ക് വിശ്വാസമുണ്ട്, കർത്താവ് വീണ്ടും വരുന്നു, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, നമുക്ക് കർത്താവിനോട് എന്നേക്കും ജീവിക്കും എന്നുള്ള വിശ്വാസം പറയുന്നു. There is an exam tomorrow which we have not studied, we fret. അപ്പോൾ നമുക്ക് നാളെ ഒരു പരീക്ഷയുണ്ട്, നമ്മൾ ഒത്തിരി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും അതിനുവേണ്ടി? Our boss is very, very irritative. We don't know what to do. We have a target to meet. We fret.
നിന്റെ മുകളിലുള്ള അധികാരി എനിക്ക് എപ്പോഴും ഉപദ്രവമായിരിക്കും, നാളെ ശരിക്കും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളുള്ളത് നമുക്ക് സമയത്ത് എങ്ങനെ അവരെ നേരിടും? See, this is not a blind belief that all will go well for me. ഇതൊരു കണ്ണടച്ചുള്ള ഒരു വിശ്വാസമല്ല. എല്ലാം ശരിയായി പോകുന്നുള്ള ചുമ്മാ കണ്ണടച്ച് വിശ്വസിക്കുന്നതല്ല. All is going to be well because of so many reasons, no? All is going to be well for me. എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസം. Because I am basically a good person. എന്താ കാരണം? ഞാൻ ഒരു നല്ല പൈതലായതുകൊണ്ട് എനിക്ക് ഇതെല്ലാം ശരിയായി പോകുന്നുള്ള വിശ്വാസമാണോ? I have not intentionally done anyone harm. ഞാൻ ഒരു മനഃപൂർവ്വം ആർക്കും ഒരു തിന്മയും ചെയ്തിട്ടില്ല, ദോഷം ചെയ്തിട്ടില്ല. See, we all always hear this. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അപ്പൊ എനിക്ക് നന്മ വരാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു തീയതായിട്ടൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്താ ഒരു കുഴപ്പം വരത്തില്ല എന്ന് പലരും പറയുന്നതാണ്. There are people who are worse than me, they are being blessed, so I should be blessed naturally. എന്നെക്കാട്ടിലും മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവർ എത്രയും നല്ലതായിട്ട് ജീവിക്കുന്നു, അപ്പൊ എനിക്ക് ഒരു പ്രശ്നം വരത്തില്ല എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട്. Faith is not based on who you are. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ആരാന്നുള്ള അടിസ്ഥാനത്തിലല്ല, but it is on a person. ബട്ട് അത് ഒരു വ്യക്തിയുടെ പിന്നിലാണ് ഈ വിശ്വാസത്തിന്റെ. Faith is not saying that everything will go well for me, I will pass all exams, I will do well in my career, I will do well, I will earn well. This is not faith. എല്ലാം ശരിയാവും, ഞാൻ എല്ലാം ചെയ്തൊക്കെ നന്നായി തീരും എന്നുള്ള ചുമ്മാ വിശ്വസിക്കുന്നതല്ല വിശ്വാസം, ബട്ട് ഒരു വ്യക്തിയിലുള്ള വിശ്വാസം. ആ വിശ്വാസം എന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. Romans chapter 8:28, we often think that this verse says all things work for good for those who love and are called according to his purpose. റോമർ 8:28 ഒരു വാക്യം ഉണ്ടല്ലോ, എല്ലാം കർത്താവിന്റെ ഹിതം അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും എന്നുള്ള വാക്യം. Yeah, many times we think that it is all things will work for good. അത് എപ്പോഴും നമ്മൾ അത് ചിന്തിക്കും, എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും നമ്മൾ പറഞ്ഞു പോകും. But we forget the God in it. ബട്ട് അതിലുള്ള കർത്താവിനെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രകൃതി നമുക്കുണ്ട്. It is God who works everything good for us. ഇത് കർത്താവ് നമുക്ക് ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടി ആക്കി തീർക്കുന്ന ഒരു കാര്യം. God is in the center of this. ദൈവമായി ഇതിന്റെ മധ്യത്തിൽ ഇത് പ്രവർത്തിക്കാൻ സാധിപ്പിക്കുന്നത്. Not because I am good. ഞാൻ നല്ലതായതുകൊണ്ടല്ല. Not because I am pious and religious and attend church every week. ഞാൻ ഭക്തനായതുകൊണ്ട് എല്ലാ സമയത്തും ആലയത്തിൽ വരുന്നോണ്ടല്ല. No, not because I help the poor. ഞാൻ പാവങ്ങളെ സഹായിക്കുന്നോണ്ടല്ല. Because of God. കർത്താവ് നിമിത്തമാണ്. That is faith. അതാ വിശ്വാസം. Next. Hebrews chapter 12 verse 2, we read, we fix our eyes on Jesus, the pioneer and perfecter of faith. For the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. The author and perfecter, the pioneer and perfecter of our faith. The center of all this is who? God. എബ്രായർ 12:2 വായിച്ചത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. കർത്താവ് ഓർത്തർ ആൻഡ് പെർഫെക്റ്റ് ഓഫ് 12 വാക്യത്തിൽ അവിടെ പറയുന്നത് ദൈവ സിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശുവിനെ നോക്കുക. So the center is God, not us. അതുകൊണ്ട് അതിന്റെ മധ്യത്തിൽ നമ്മളത് കേന്ദ്ര വ്യക്തി എന്ന് പറയുന്നത് കർത്താവാണ്, നമ്മളല്ല. Unless we understand this, faith is distorted. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന വേറെ വിശ്വാസം എന്ന് പറയുന്നത് അത് ശരിയായതല്ല. Now here is a man who looks into his past experience and says that God is going to help me. ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. അയാളുടെ പഴയ അനുഭവങ്ങൾ കണ്ട് പറയുക ചെയ്യുന്നത് ദൈവം എന്നെ സഹായിക്കുന്നുള്ള കാര്യമാണ് എടുത്തു പറയുന്നത്. He is facing Goliath. He is about to face Goliath. ഒരു വലിയൊരു ശക്തനായ ഒരു വ്യക്തിയെ ഗോലിയാത്തിനെയാണ് നേരിടാൻ പോകുന്നത്. Everybody is mocking him. Even the king is trying to discourage him. അവിടെ എല്ലാവരും അവനെ കളിയാക്കുകയും രാജാവ് കൂടെ പറഞ്ഞു നീ അങ്ങനെ പോയാൽ ശരിയാവുന്നു അവനെ നിരുത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. King Saul is saying you are a small boy, but he has been a warrior since his youth. നീ ഒരു കൊച്ചു പൈതലേ ആണല്ലോ. അവൻ ആ മനുഷ്യൻ പണ്ട് തൊട്ടേ പരാക്രമശാലിയായ ഒരു വ്യക്തിയായിരുന്നു.
what does David tell back Saul? ആ രാജാവിനോട് സൗലിനോട് ദാവീദ് എന്തോ മറുപടി പറയുന്നത്? See, king, I don't know about all these things. All I know is that when I was a boy, when I was rearing the sheep, a lion came to take one of my sheep. I went after him and killed. Then a bear came. I went after him and killed. ദാവീദിന് പറയാനുള്ളത്, എനിക്ക് ഇതൊന്നും അറിയണ്ട, അയാളുടെ പശ്ചാത്തലമൊന്നും എനിക്ക് അറിയണ്ട. അവിടെ എനിക്ക് അറിയുന്നത്, ഞാൻ ആടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം വന്നു, അതിനെ കൊന്നു ഞാൻ മാറ്റിക്കളഞ്ഞു. മാത്രമല്ല കരടി വന്നു ഒരു സമയത്ത്, അതിനെ കൊന്ന് ഞാൻ എൻ്റെ ആടിനെ രക്ഷിച്ചു. ഇതാ ദാവീദോട് പറയാനുള്ള സാക്ഷി. Goliath is way huge, humongous than a lion and a bear maybe put together also. ഗോലിയാത്തിനെ നമുക്ക് ചിന്തിക്കാം, ഇത് രണ്ടിനെയും ചേർത്താലും അത്ര വലിയ ഒരു വ്യക്തി ആയിരിക്കാം. But still David chooses to say that the Lord who saved me, delivered me out of the paw of the lion and out of the paw of the bear, he will deliver me out of the hand of this Philistine. എന്നെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും വിടുവിച്ച ദൈവം ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും വിടുവിക്കാൻ കഴിവുള്ളവൻ എന്ന് ദാവീദ് പറയാൻ കഴിയാ. See, if the problem that you are facing right now is smaller than your previous problem, you probably can, we all can probably put our faith in. ഇപ്പൊ നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ മുൻപേ നേരിട്ടതിനേക്കാൾ കുറഞ്ഞ ഒരു പ്രതിസന്ധിയായാൽ നമ്മൾ വിചാരിക്കും അത് അതിജീവിക്കാൻ സാധിക്കുമെന്ന്. That problem was huge. God delivered me. So this is small. God can take care. ആ മറ്റേ പ്രശ്നം ഇതിനെക്കാട്ടിലും വലുതായിരുന്നു, ദൈവം ഞാൻ രക്ഷപ്പെട്ടു, ഇനി ഇത് കൊച്ചാണല്ലോ, എനിക്ക് എളുപ്പം രക്ഷപ്പെടുമെന്ന് തന്നെ ചിന്തിക്കാമായിരുന്നു. But if the problem is bigger than what you have already faced, can we still trust in this God because He is faithful? അപ്പോൾ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ ആ പഴയതിനെക്കാട്ടിലും വലുതായി തീർന്നാൽ നമ്മൾ അത് എന്ത് ബലത്തിലും വിശ്വാസത്തിലും നമ്മൾ നേരിടും. This is what David did. He looked back and said that God has delivered me out of my small and petty problems. God will take care of my big problems. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? കർത്താവ് എന്നെ ചെറിയ ആ പ്രശ്നങ്ങൾക്കെല്ലാം സഹായിച്ചു, ഇനി എത്ര വലിയ പ്രശ്നം വന്നാലും കർത്താവ് സഹായിക്കും എന്നുള്ള ഒരു സമീപനമായിരുന്നു. And he doesn't just say it to the king. He goes, he takes a sling and 5 stones, and he could have just did his magic there and slain Goliath. He could have just done that. But what does he do? He goes and tells Goliath this: you come with the spear and sword. I come in the name of the Lord. അപ്പൊ ദാവീദ് അവിടെ എന്തോ ചെയ്യുന്നു? അവനെ സാധാരണ എടുക്കുന്ന പോലെ കല്ലും കവണയും എടുത്ത് കൊണ്ടുപോയാൽ മതിയായിരുന്നു, ഒന്നും മിണ്ടാതെ നേരെ പോകാൻ പറഞ്ഞു. ബട്ട് അവിടെ എന്തോ ദാവീദ് പറയുന്നു, നീ നിന്റെ അമ്പും കാര്യങ്ങളെല്ലാം കൊണ്ടുവരും, ഞാൻ യഹോവയുടെ നാമത്തില ഞാൻ നിന്നെ എതിർക്കുന്നു അവിടെ ദാവീദ് പറയുകയുണ്ടാവും. So earlier, when he was facing the problem, he could have boldly said that God will take care. But when he is in the midst of the problem, what does he do? He brings in God to the picture. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ കൊണ്ടുവരുന്ന ഒരു പ്രകൃതി ദാവീദിൽ നമ്മൾ കാണാൻ സാധിക്കും. See, if he had told King Saul all these things and went and faced Goliath without saying this, no, he would. I believe he would have been afraid seeing the huge size of Goliath and maybe probably ran away. ഇതൊന്നും വിശ്വസിക്കാതെ ഹൃദയത്തിൽ ഇല്ലാതെ ആ ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോലിയാത്തിന്റെ വലിപ്പം കണ്ട് പേടിച്ച് തന്നെ പിൻവാങ്ങാമായിരുന്നു. ബട്ട് അതൊന്നും അല്ലായിരുന്നു. ഈ നാമത്തിൽ വാക്ക് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ആ പേടിയൊക്കെ മായഞ്ഞു പോയതായിട്ട് കാണാൻ സാധിക്കും. In the midst of the huge, humongous problem, he brings in God. ഈ ഇത്രയും വലിയ പ്രശ്നത്തിന് മുൻപിൽ ദൈവത്തെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു പ്രകൃതി. This is how he exercised faith. ഇങ്ങനെ ആ ദാവീദ് വിശ്വാസത്തെ തന്റെ ജീവിതത്തിൽ പ്രായോഗിക രീതിയിൽ കൊണ്ടുവന്ന പ്രവർത്തനം. Not just saying things and saying that God will take care, but in the middle of the problem, bringing God in the midst of it. വായോണ്ട് പറഞ്ഞു പോകുക അല്ല, അത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ യഥാർത്ഥമായിട്ട് പ്രവൃത്തിയിൽ കാണിച്ച ഒരു വ്യക്തിത്വം. And this was for Samuel 17:45 and 47 we read the battle belongs. Him testifying that the battle belongs to the Lord. 45-7 വാക്യത്തിലൂടെ പറയുന്നത് യുദ്ധം യഹോവയുടെ ആണോ എന്ന് ദാവീദ് പറയുന്നു. He believes that God will take care. ആ ദൈവം അത് ഏറ്റെടുത്ത് ചെയ്യും എന്ന് വിശ്വസിച്ചു. Already he has received a promise that he is going to be king.
ഓൾറെഡി നേരത്തെ തന്നെ ദാവീദ് രാജാവാകുമെന്നുള്ള വ്യക്തമായിട്ടുള്ള വാക്ക് ദാവീദിനുണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് കിട്ടിയിരുന്നു. Secondly, he was sure that this filthy Philistine was claiming or was telling things against Israel and the God himself. രണ്ടാമത് അവന് ഈ അന്യജാതിക്കാരനായ ഫിലിസ്തീൻകാരൻ ദൈവത്തിന്റെ പ്രമാണത്തിന് എതിരായിട്ട് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് ദാവീദിന് മനസ്സിലായി. So that is why he was sure that the victory is going to be his. അതുകൊണ്ട് തന്നെയാ വളരെ വ്യക്തമായിട്ട് ഉറപ്പായിരുന്നു ഇത് വിജയം ദാവീദിന്റെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ദാവീദിന് വിശ്വസിച്ചു. Go back to your promises when you are facing crisis. No? Go back to your promises and learn and continue to pursue this God, seek this God who is never changing. നിങ്ങൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കുകയും ഓർക്കുകയും നമ്മൾ കൊണ്ടുവരികയും ആവർത്തിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. What is our initial response when we face crisis? നമ്മുടെ ആദ്യം നമ്മുടെ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കും ദൈവമക്കളായിട്ട്. Sometimes we sit back and logically think, yes, this is going to work out, this is how we should do it. That is good, but is that our first response, to sit back and plan, logically think of a solution? പല സമയത്തും നമ്മൾ ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കും. ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം പല രീതികൾ നമ്മൾ ചിന്തിച്ചു പോയി അതിന്റെ വഴികളെ നമ്മൾ നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയാണോ നമ്മൾ നോക്കേണ്ടത്? Sometimes out of fear, no, we become obtunded. We are unable to do anything because of fear of the problem that we are facing. Okay, ചില സമയത്ത് ഇങ്ങനെ പ്രതിസന്ധികൾ വലുതായിട്ട് വരുമ്പോൾ നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാതെ നമുക്ക് തന്നെ അറിയാൻ വയ്യാത്ത ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വരും. For those people there is no planning, nothing, just go and hibernate. ആ സമയത്ത് പലരും ഒരു പ്ലാനും ഇല്ല, ഒന്നും ചെയ്യണമെന്നൊന്നും ഒന്നും ചെയ്യത്തില്ല. ജസ്റ്റ് അത് അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു പ്രതിസന്ധി. As time goes, probably this will solve out. This is what they will. അത് ഇന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊക്കെ ശരിയായി പോക്കോളും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവരങ്ങനെ പോകുക ചെയ്യുന്നത്. Some people run to others. ചിലര് മറ്റവരുടെ സഹായത്തിനായിട്ട് ഓടുന്ന കാഴ്ച. To your friends, to your mentors, asking what should I do? മറ്റവരോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അന്വേഷിച്ച് പോകുന്ന ഒരു പ്രകൃതി കാണാം. Asking for help, asking for a solution. എങ്ങനെ ഇതിനൊരു ഉത്തരം വേണ്ടി അവരോട് ചോദിക്കാനുള്ള ആക്ഷൻ. These are all in a way good. ഇതെല്ലാം നല്ലത് തന്നെയാ. But is that the only way that we try to solve our problems? അതാണോ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടുമ്പോൾ അതാണോ ശരിയായ വഴി എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം. If we have faith in this unchanging God, we will bring God to the situation. നമുക്ക് ഈ കർത്താവിനെ നമ്മൾക്ക് മാറ്റമില്ലാത്ത വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ഈ പ്രതിസന്ധിയുടെ മുന്നിൽ നമ്മൾ കൊണ്ടുവരും. Are we able to sing in the midst of our turmoil? ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നമുക്കൊന്ന് ഒരു ഗീതം പാടാൻ, ഒരു സങ്കീർത്തനം പാടാൻ, അല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ, ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ പറ്റുമോ? Probably we will be singing ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ. ചിലപ്പോൾ നമ്മൾ പാടുമായിരിക്കും, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് തന്നാൽ ഞാനത് സ്വീകരിക്കാം, സന്തോഷത്തോടെ സ്വീകരിക്കാം, നമ്മൾ പാടുന്നതായിരിക്കും. Do we say rejoice in the Lord always and again I say rejoice? എപ്പോഴും സന്തോഷിപ്പിൻ കർത്താവിൽ അഗൈൻ വീണ്ടും സന്തോഷിപ്പിൻ നമ്മൾ പറയാൻ സാധിക്കുമോ? If we are sure that God is in control of our lives, if we are sure that God will take care, why don't we rejoice? നമ്മൾ ഉറപ്പായിട്ട് കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അതിജീവിക്കാനുള്ള ശക്തി തരുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്താ നമ്മൾ സന്തോഷിക്കാൻ സാധിക്കാതെ? Look back and see how God has led us this far. തിരിഞ്ഞു നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ദൈവം നമ്മൾ ഇതുവരെ നടത്തിയെന്നുള്ളത്. Probably we were in worse situations. ഇതിനെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടായിരുന്നു കാണും. Probably less worse. അതിനെക്കാട്ടിലും ചിലപ്പോൾ കുറഞ്ഞ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നു കാണും. Through it all, one thing is for sure, God is faithful.
ഇതിന്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നല്ല. Our faith is on this unchanging God. നമ്മുടെ വിശ്വാസം ഇത്രയും മാറ്റമില്ലാത്ത ഒരു ദൈവത്തിന്റെ മേലാണ് നമ്മുടെ വിശ്വാസം. Who doesn't change like shifting shadows. ഒരിക്കലും മാറാത്ത ദൈവം, എന്നേക്ക് മാറാത്ത ദൈവം. It's on this person, it's on this loving, it's on this truthful, it's on this faithful, unchanging God that we cling on to. ഈ മാറ്റമില്ലാത്ത, ഒരു മാറ്റമില്ലാത്ത, അതുപോലെ നമ്മളോട് പ്രവർത്തിക്കുന്ന സ്ഥിരത സ്വഭാവമുള്ള കർത്താവിനെ നമ്മൾ എപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു. Next, when we look into David's life, we see hope. അടുത്തതായിട്ട് നമുക്ക് ദാവീദിന്റെ ജീവിതത്തെ കാണുമ്പോൾ പ്രത്യാശയെക്കുറിച്ച് ദാവീദിന്റെ സ്വഭാവവിശേഷതയായിട്ട് കാണാൻ സാധിക്കും. No, hope is always based on faith. ഈ പ്രത്യാശ എന്ന് പറയുന്നത് എപ്പോഴും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യാശ. Hope is not based on our qualities, our abilities, our talents or anything. ഈ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളുണ്ടോ അതിനനുസരിച്ചല്ല. But hope is based on the same God. ഈ പ്രത്യാശയും കൂടെ ഈ കർത്താവിലുള്ള ദൈവത്തോടുള്ള വിശ്വാസം നിമിത്തമായി പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത്. Here is a God who has not just promised blessings. ഈ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രമല്ല നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. But he has been affirmative on saying that when you are in this world you will have troubles. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. For some it might be persecution. ചിലർക്ക് ഉപദ്രവങ്ങളായിരിക്കും. For some it might be social injustice. ചിലപ്പോൾ നമ്മൾ ന്യായമില്ലാത്ത രീതിയിൽ മറ്റവർ നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങളായിരിക്കും. For some it might be sickness. ചിലപ്പോൾ വ്യാധിയായിരിക്കും ചിലർക്ക് സംഭവിക്കുന്നത്. For some it might be isolation. ചിലർക്ക് നമ്മളെ തന്നെ തനിച്ചാക്കുന്ന ഒരു നിലകളായിരിക്കും. But trouble is for sure. ബട്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ്. The world who hated our master will hate us too. നമ്മുടെ ഗുരുവായ കർത്താവിനെ അവർക്ക് വിരോധമായിരുന്നെങ്കിൽ, വെറുത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെയും അവര് നമ്മളെ വെറുക്കും. We are fighting against the principalities of this world. The world, the devil and the world is always against us because we are part of the kingdom of God. നമ്മൾ ദൈവത്തിന്റെ ഭാഗമായി, കുടുംബത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമായോണ്ട് പിശാചും അവന്റെ അധികാരങ്ങളൊക്കെ നമുക്ക് എതിരാണ്. So they all these evil factors will try to make dominion over us, will try to restrict us, will try to discourage us and make us ineffective. ഈ ശക്തികളൊക്കെയും എതിർ ശക്തികളൊക്കെയും നമ്മളെ പല രീതികളും നമ്മളെ അമർത്താനും നമ്മളെ പ്രതികൂലമായിട്ട് നമ്മുടെ മേൽ പ്രവർത്തിക്കാനും അതിന്റെ കാര്യങ്ങൾ ചെയ്യും. Trouble is for sure. But ഉറപ്പായിട്ട് നമുക്ക് പ്രയാസം കാണുമെന്നുള്ള ഉറപ്പാണ്. But hope is that God is in control. ബട്ട് എന്നാ പ്രത്യാശ നമുക്ക് എല്ലാവർക്കും മേലുള്ളത്, കർത്താവ് ഇതിന്റെ മധ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. God is enough. ദൈവം മതി എന്നുള്ള പ്രത്യാശ. Even though I walk through the valley of shadow of death, I fear no evil, for you are with me. ഞാൻ കൂറുകളുടെ താഴ്വരയിൽ ഞാൻ പോയാലും എന്റെ മധ്യത്തിൽ കർത്താവുണ്ട്, അങ്ങ് മതി എന്ന് പറയാനുള്ള വിശ്വാസം. That verse, there is a surety that we are going to face valley of shadow of death. That is for sure. അവിടെ ഒരു വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്, ഞാൻ തീർച്ചയായിട്ടും കൂറുകളുടെ അനുഭവങ്ങൾ കൂടെ കടക്കും എന്നുള്ള ഒരു ഉറപ്പും കൂടെ അവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അനുഭവങ്ങൾ വരും. Otherwise David could have said what, I will not walk through the valley of shadow of death. അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ലഭിക്കാതിരുന്നെങ്കിൽ ദാവീദ് ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നേരിട്ട് തന്നെ പറയാം, ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് ഞാൻ ഇതൊന്നും അനുഭവിക്കത്തില്ല എന്ന് തന്നെ പറയാമായിരുന്നു. But the hope that David had was, even though I walk through the valley of shadow of death, God is with me. ദാവീദിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്, ഞാൻ അതിൽ കൂടെ കടന്നു പോയാലും കൂറുകളുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോയെങ്കിലും കൂടെ കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള പ്രത്യാശ. I am not alone in this. ഞാൻ ഇതിനകത്ത് തനിച്ചല്ല. You might see that your friends are walking away, your own family walking away, your own church walking away, but God will always be with you in this.
നമ്മുടെ എല്ലാവരും ഉറ്റവരും നമ്മുടെ സ്നേഹിതരും നമ്മുടെ സഭയിലുള്ളവരും എല്ലാവരും നമ്മുടെ നിന്ന് മാറിപ്പോയാലും കൂടെ ഒരു വ്യക്തി നമ്മുടെ നിന്ന് മാറിപ്പോകത്തില്ല. അത് കർത്താവ്, പ്രിയപ്പെട്ടവരെ. And moreover, God will take care. God is in control. നമുക്ക് കർത്താവ് ഇതിനെല്ലാം നമ്മുടെ ചുറ്റിലും എല്ലാം നിയന്ത്രിക്കുന്ന കർത്താവ് അവിടെ ഉണ്ട്. He is a sovereign God. ആ കർത്താവ് പൂർണ്ണനായ കർത്താവ്, സർവാധികാരിയായ കർത്താവ്. He is a sovereign God who is in control of all our situations. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അധികാരി, സർവാധികാരിയായ കർത്താവ്. All things God works for good for those who love Him. എല്ലാം നമ്മളുടെ ചുറ്റിലും നമ്മളിൽ സംഭവിക്കുന്ന ഒക്കെ നന്മയ്ക്ക് വേണ്ടി കൂട്ടി വ്യാപരിപ്പിക്കാൻ കഴിവുള്ള ദൈവം. What is hope? എന്തുവാ പ്രത്യാശ എന്ന് പറയുന്നത്? There are two folds of hope. One is about eternity. പ്രത്യാശയിലെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ. Oh, that is beautiful. അത് വളരെ മനോഹരം. Whatever we face, we know that this is temporary. We are going to our home above, and we are going to enjoy for eternity. നമ്മൾ എന്തെല്ലാം കൂടെ കടന്നുപോയാൽ നമുക്ക് ഒരു പ്രത്യാശ ഉണ്ട്, നമ്മൾ സ്വർഗത്തിലെ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള ഒരു പ്രത്യാശ. There are no tears. അവിടെ ഒരു കരച്ചിലും വിഷമവുമില്ല. There is no sadness. അവിടെ ഒരു സങ്കടമില്ല. There is always joy. എപ്പോഴും സന്തോഷമാണ്. Always rejoicing, always worshiping, always singing. എപ്പോഴും ആരാധനയും പാട്ടുകളും ഉള്ള ഒരു സാഹചര്യമാണ് സ്വർഗത്തില്. Eternal hope. അത് നിത്യമായിട്ടുള്ള അത് പ്രത്യാശ. Beautiful. Not just that. എല്ലാം അത് നല്ലത് തന്നെ. അത് മാത്രമല്ല, in this world we have a hope that God is on our side. That should motivate us to cling on to Him. ഈ കർത്താവിന്റെ ഈ ലോകത്തിൽ തന്നെ നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ആവശ്യമുണ്ട്. That an omnipotent, omniscient, powerful God is on your side. ഈ മുറുകെ പിടിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളിലെ സർവശക്തനായ സർവ സാന്നിധ്യമുള്ള ഒരു പിതാവ്, ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. He knows everything. He is all powerful. എല്ലാം അറിയുന്ന ദൈവം, എല്ലാം ശക്തനായ ദൈവം. He is on your side. ഇത് കർത്താവ് നമ്മുടെ പക്കലുണ്ട്, നമ്മുടെ ഭാഗത്തുണ്ട്. And if God is for us, who can be against us? ഈ കർത്താവ് നമ്മുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആർക്ക് നമ്മളെ എതിരായിട്ട് നിൽക്കാൻ സാധിക്കും? He is not just a God who sits up there, who is all powerful and controls everything. ആ കർത്താവ് സ്വർഗത്തിൽ ഇരുന്ന് എല്ലാം അവിടെ നിന്ന് നിയന്ത്രിക്കുക മാത്രമല്ല, He is my Father. ഇത് എന്റെ സ്വന്തം പിതാവ്. He is my friend in this. എന്റെ സുഹൃത്ത്. And He is going to work for me today. എനിക്ക് വേണ്ടി, എനിക്ക് സഹായിയായിട്ട് അവിടെ നിൽക്കാൻ പോകുന്ന, എനിക്ക് സഹായിക്കാൻ പോകുന്ന കർത്താവ്. This is the hope that we have. ഇതാ നമുക്കുള്ള വലിയ പ്രത്യാശ. So does that mean that all our sicknesses will vanish off? അതിനർത്ഥം നമ്മുടെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും ഉടനെ മാറിപ്പോകുന്നതാണോ? When we put our trust in God? കർത്താവിനെ വിശ്വസിച്ച ഉടനെ ഇതൊക്കെ മാഞ്ഞു പോകുന്നതാണോ അതിന്റെ അർത്ഥം? The greatest of the saints, Paul says that he prayed for 3 times for the thorn in his flesh. എല്ലാ വിശുദ്ധനായ പൗലോസ് തന്നെ പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യം. Even Jesus prayed, if it is possible, please remove this cup. യേശു കർത്താവ് വേറെ ആ സമയത്ത് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പാനപാത്രം നീങ്ങിപ്പോയാൽ എന്നുള്ള കാര്യം പിതാവിനോട്. But the Father took them through that situation. പിതാവ് അതിൽ കൂടെ പുത്രനെ കടത്തി വിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. For a greater learning, for a greater joy. ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി, വലിയ സന്തോഷത്തിന് വേണ്ടി കർത്താവ് ഇത് അനുവദിക്കേണ്ടി വന്നു. Paul learned that God's grace is sufficient for him. പൗലോസ് മനസ്സിലാക്കി കർത്താവിന്റെ കൃപ എനിക്ക് മതി എന്നുള്ള പാഠം. Jesus learned about the joy of having all of us back in His kingdom. യേശു കർത്താവ് മനസ്സിലാക്കി, യേശു കർത്താവിന്റെ നമ്മളെ ഒക്കെയും സ്വന്തമായി തീർന്നതിന്റെ സന്തോഷം കർത്താവിനെ ഭരിച്ചിരുന്നു. See, many times when we go through difficulties, this is one prayer that we pray. Lord, please take this away from me. നമുക്ക് എല്ലാ സമയത്തും പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കർത്താവേ, ഇത് പറ്റുമെങ്കിൽ ഇതൊന്ന് മാറ്റിക്കളയണമേ എന്നുള്ളത്. I cannot bear it anymore. എനിക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റത്തില്ല കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. I am done with it.
എനിക്ക് മതി കർത്താവേ എന്ന് പറയാൻ സാധ്യതയുണ്ട്. But what if God wants us to learn something huge? എന്തുവാ ദൈവം അതിനെ അനുവദിക്കുന്നതിന്റെ പുറകില് ഒരു വലിയ കാര്യം സാധിപ്പിക്കണമെങ്കിലോ പഠിപ്പിക്കണമെങ്കിലോ അതുകൊണ്ടാണോ ഇത് അനുവദിക്കുന്നെങ്കിൽ എന്തുവാ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ കാര്യം? Can we wait patiently in hope in the midst of troubles? നമുക്കൊന്ന് ക്ഷമയോടെ നമ്മളൊന്ന് കാത്തിരിക്കേണ്ട ആവശ്യമല്ലേ? Shadrach, Meshach and Abednego, these three boys, way younger than each of us, probably was facing the most biggest test of their life. ശദ്രക്, മേശക്, അബേദ്നെഗോ വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ നമ്മളെയൊക്കെയും വളരെ നാട്ടിലെ പ്രായം കുറവുള്ളവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തിന് മുമ്പിൽ അവർ നിൽക്കുകയുണ്ടായി. When they were faced with that difficulty, they had the hope that this God would save them. ബട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ദൈവം, അവർ വിശ്വസിക്കുന്ന ദൈവം ഇവരെ രക്ഷിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. Why? Because He is all powerful, omniscient, all knowing God, and we are His children. എന്താ കാരണം? എല്ലാം ശക്തിയുള്ള കർത്താവ്, എല്ലാം അറിയുന്ന ദൈവം, ആ ദൈവത്തിന്റെ മക്കളാണ് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു പൂർണ്ണമായിട്ട്. He can do this. ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്ക്, He is able to do it. ആ കർത്താവിനെ കൊണ്ട് സാധിക്കുമെന്ന് അവർക്കറിയാം. Because nothing is impossible for God. ഒന്നും ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് അറിയായിരുന്നു. Your sickness, your difficulty, God is able to take it out. എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിനെ അതെടുത്ത് മാറ്റാൻ സാധിക്കുമെന്ന് അവർക്ക്. He is able to do that because He is an all powerful God. അത് എടുക്കാൻ സാധിക്കുന്നതിന് കാരണം അവൻ എല്ലാ ശക്തനായ ദൈവമായിരിക്കുന്നുണ്ട്. But will we say, even if He doesn't, we will not bow down? ഇതൊക്കെയും നമ്മൾ അറിയാമെങ്കിലും കൂടെ നമ്മൾ ഒരു കാര്യം പറയാൻ സാധിക്കുമോ? കർത്താവിനെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ അവനെ കൈവിടത്തില്ല. Because that is the only hope that we have. ആ ഒരു പ്രത്യാശയാ രക്ഷിക്കൂന്നുള്ള പ്രത്യാശയല്ല അവിടെ നിൽക്കുന്നത്. ബട്ട് അതിന്റെ മധ്യത്തിലും കർത്താവിനെ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ അവനെ കൈവിടത്തില്ല എന്ന് പറയാൻ സാധിക്കുമോ? Hope is not about deliverance. അപ്പോൾ ഈ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മള് രക്ഷിച്ച് കിട്ടണം എന്നുള്ള കാര്യം മാത്രമല്ല. Hope is not about eternal life also. ഈ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവനെ കുറിച്ച് മാത്രമല്ല. Hope is about God. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള പ്രത്യാശ. That He is there. കർത്താവോട് ഉണ്ടെന്നുള്ള പ്രത്യാശ. Jehovah Shammah. യഹോവ ക്ഷമ എന്നുള്ള ആ വിശ്വാസം. The third thing that we see in David's life is the character of love. മൂന്നാമത്തെ സ്വഭാവം നമ്മൾ ദാവീദ് കണ്ടത് സ്നേഹം എന്നുള്ള ഘടകമാണ്. This was what we were saying a few moments back. 2 Samuel chapter 7 verses 1 and 2. We read that 7-ാം അധ്യായത്തിന് 1-2 അവിടെ കാണുകയുണ്ടായി. 2 സാമുവേൽ that the king is settled in his palace. രാജാവ് അവിടെ കൊട്ടാരത്തിലുണ്ട്, എല്ലാ രീതിയിലും സമാധാനമായിട്ട്. Then he is thinking, I'm settled, but the ark is in a tent. ഞാനിവിടെ എല്ലാ രീതിയിലും എനിക്ക് തൃപ്തനാ, ബട്ട് എന്റെ കർത്താവിന്റെ പെട്ടകം ഇപ്പോൾ ആലയം ഇപ്പോഴും അത് ശരിയായ സ്ഥാനത്തല്ലല്ലോ, കൂടാരത്തിലാണല്ലോ. Here he says, the Lord has given him rest. ഇവിടെ കാണുന്നത് ദാവീദിന് ദൈവം സമാധാനം തന്നു. Chapter 7 verse 1. The Lord had given him rest. അവിടെ സ്വസ്ഥത നൽകി എന്ന് ദാവീദിനെ കുറിച്ച് ദൈവം അവിടെ തന്നതായിട്ട് കാണുന്നു. But David was restless. ഈ ദാവീദ് അസ്വസ്ഥതയുള്ളവനായി തീർന്നു. Many times when we feel that God has given us rest, we think that all is well. നമ്മൾ പല സമയത്തും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമുക്ക് എല്ലാം സമാധാനമായിട്ട് പോകുമ്പോൾ എല്ലാം നല്ലതായി പോകുന്നു നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. But in the midst of restfulness, are we restless about the things of God? ഇങ്ങനെ സമാധാനമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ദൈവത്തെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? Are we passionate about God and His things? നമ്മൾ കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് ഒരു വ്യഗ്രത ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. Always looking out for doing some things for God.
എപ്പോഴും കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഭരിക്കുന്നുണ്ടോ? He was always thinking about God. എപ്പോഴും കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച ഒരു വ്യക്തിത്വം. We have so many things to think. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ചിന്തിക്കാൻ. We think about our children, we think about their future, we think about our job, our career, we think about even our church. We have so many things to think about, but God. അവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും എല്ലാം ചിന്തിക്കാനുണ്ട്. അവിടെ എത്ര സമയം കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്താകുളങ്ങളായിട്ടുള്ളവരായി ഇരിക്കുന്നു. When we have a few moments of free time, or me time, what do? കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തോ നമ്മൾ ചെയ്യുന്നത്? 5 minutes, 10 minutes? 5, 10, 15 മിനിറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തോ ചിന്തിക്കുന്നത്? We go to WhatsApp, we go through YouTube, all the reels and everything, just to entertain us. നമ്മുടെ കയ്യിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അടുത്ത് നമ്മൾ നോക്കുകയും വാട്സാപ്പും മൊബൈൽ തിരിച്ചും പലതും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. Here is a man who, when he was restful, thinks about God. ബട്ട് ഇവിടെ ഒരു മനുഷ്യനെ കാണുക, അയാള് സ്വസ്ഥതയായിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ചിന്താകുലവനായി തീർന്നു. Many times we think about God when we are actually restless, not when we are restful. നമ്മൾ പല സമയത്തും കർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങളും അസ്വസ്ഥത ഉള്ളപ്പോഴാണ് കർത്താവിനെ ചിന്തിക്കുന്നത്. നമ്മൾ സമാധാനമുള്ള സമയത്തല്ല കർത്താവിനെ ചിന്തിക്കുന്നത്. See, the problem of thinking about God when we are restless is that we tell God about our restlessness rather than thinking about God. നമ്മൾ പല സമയത്തും ആ സംഭവങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മാത്രം കർത്താവിനെ വിളിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിനോട് പറയുന്നത്, കർത്താവിന്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടും നമ്മുടെ കാര്യങ്ങളെ കൂടുതൽ പറയുന്നത്. We are focused on our own problems and we present it to God for a solution. നമ്മുടെ കേന്ദ്രീകരണം നമ്മുടെ പ്രശ്നത്തിന് മേലെ ആയിരിക്കും. ദൈവത്തിന്റെ മനസ്സിൽ എന്തോ കിടക്കുന്നു എന്നുള്ള കാര്യമേ നമുക്ക് ചിന്തയിൽ വരാറില്ല. This proves that David was always thinking about this God. ഇത് നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദാവീദ് എല്ലാ സമയത്തും കർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്ത ഉള്ളവനായിരുന്നു എന്നുള്ള കാര്യം. That showed his love for him. അത് ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. That showed how he reciprocated God's love for him. എങ്ങനെ ദൈവത്തിന്റെ സ്നേഹം, അവനിൽ ചൊരിഞ്ഞ സ്നേഹം വീണ്ടും കർത്താവിനോട് അവൻ തിരിച്ചു കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. That is why he is always on the edge to do something for God. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും കർത്താവിന് വേണ്ടി ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വെമ്പലിട്ട് നിലവാരം. So passionate that I have not done something now, so I have to do something for God out of his love for this person, this God. ഇങ്ങനെ കർത്താവിനെ കുറിച്ച് അത്ര ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, കർത്താവിന് വേണ്ടി ചെയ്യണമെന്നുള്ള തുടർച്ചയുള്ള ചിന്ത. See, he was not a person who has hardly done anything for him. അങ്ങനെ ഒരു വ്യക്തി അല്ലായിരുന്നു ഡേവിഡ്. He was not a person who had done only few things for God. ഈ ദാവീദ് കർത്താവിന് വേണ്ടി കൊച്ചു കാര്യങ്ങൾ മാത്രമല്ല എന്തെങ്കിലും ചെയ്തത്. He was a singer. അവൻ കർത്താവിന് വേണ്ടി പാട്ടുകൾ പാടിയിട്ടുണ്ട്. He was a writer. എഴുത്തുകാരനായിരുന്നു. He was a warrior. കർത്താവിന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. He was a king. രാജാവായിരുന്നു. He was an administrator. ഭരിക്കാനുള്ള ഭരണാധികാരിയായിരുന്നു. He established many people. He strengthened many people. ഒത്തിരി പേര് ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു. He is a protector of the widows. അവനവിടെ അനാഥരെയും വിധവമാരെയും അവർ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. Still thinking of doing something for God. ഇതൊക്കെയും ചെയ്തതിന്റെ അപ്പുറം കർത്താവിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നവനായി തീർന്നു. Asking God, what should I do now? കർത്താവേ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യത്തോടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. Always wanting to know what is God's will for my life. എപ്പോഴും കർത്താവിന്റെ ഹിതം എന്നെ കുറിച്ച് എന്തുവാ എന്നുള്ളൊരു ആഗ്രഹത്തോടെ നോക്കിയിരുന്ന ഒരു വ്യക്തി. We see him asking God, shall I go and fight with these Philistines now? God says yes. ഏത് കാര്യം ചെയ്യുന്ന മുമ്പും കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവെ ഇങ്ങനെ അവരോട് കൂടെ യുദ്ധം ചെയ്യട്ടെ, ഫിലിസ്തീനോട് കൂടെ യുദ്ധം ചെയ്യട്ടെ എന്നുള്ള ചോദിക്കുന്ന ഒരു പ്രകൃതിയും ഉണ്ടായിരുന്നു. Later we see that he asks again, shall I go and fight with them now? God says no. വേറൊരു സമയത്ത് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പോകരുത് എന്ന് പറയുന്ന സമയത്ത് പോകാതിരിക്കുകയും ചെയ്തു. Always on the lookout for what is in God's heart. എപ്പോഴും കർത്താവിന്റെ ഹൃദയത്തിൽ എന്തുണ്ടെന്ന് നോക്കിയിരുന്ന ഒരു വ്യക്തി.
And because of this love to God, he reciprocated that to others as well. ഈ ദൈവത്തോടുള്ള സ്നേഹം അത് വീണ്ടും മറ്റവർക്കും കൂടെ അത് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതി ഉണ്ടായിരുന്നു. He knew that the summary of the law is that love your God with all your heart, with all your mind, and with all your soul, and love your neighbors. കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തെ മറ്റ് സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുകയും കൂടെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുന്നുള്ള കാര്യമാണ് അറിയാമായിരുന്നു. He loved Jonathan as himself. യോനാഥാനെ അവരെ പോലെ തന്നെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണാം. Probably Jonathan was the first person who was a threat to his throne. ഈ ജോനാഥൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ദാവീദിന് ഒരു വെല്ലുവിളിയായിരുന്നു കാണും. ബിക്കോസ് അവൻ രാജാവ്, അടുത്ത രാജാവാകേണ്ട വ്യക്തിയാണ്. King Saul, his own arch enemy, he had the opportunity to kill him at least twice. സൗൽ രാജാവിന് ഏറ്റവും വിരോധിയായിരുന്ന സൗൽ രാജാവിനെ 2 പ്രാവശ്യം കൊല്ലാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. What was his attitude? I shall not raise my hand against the Lord's anointed one. ദാവീദിന്റെ ആ സമയത്ത് മനസ്സെന്തുവായിരുന്നു? എന്റെ കൈ ദൈവത്തിന്റെ അഭിഷേകനെ എതിരായിട്ട് ഞാൻ കൈ ഓങ്ങത്തില്ല. Out of his woe to Jonathan, he protects Mephibosheth years later, even when Jonathan has already died. യോനാഥനോടുള്ള വാക്തത്വം നിമിത്തം ആ മെഫിബോശത്ത് പറഞ്ഞ അവന്റെ മകൻ വർഷങ്ങൾക്ക് പിന്നിൽ ദാവീദ് അവനോട് സ്നേഹം കാണിക്കുന്ന ഒരു പ്രകൃതി. His own son Absalom rebelled against him, he still loves him. ദാവീദിന്റെ സ്വന്തം മകൻ അബ്സാലോം അവനെതിരായിട്ട് പ്രവർത്തിച്ചപ്പോഴും അവനെയും കൂടെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം. And cries his heart out when Absalom dies. ആൻഡ് ആ സമയത്ത് ഈ അബ്സലോം മരിച്ചപ്പോൾ, എതിരാളിയായ അബ്സലോം മരിച്ചപ്പോൾ അവന് വേണ്ടി കരയുന്ന ഒരു വ്യക്തിത്വം. All these love to these people around him was based on his understanding of this God, based on his love to this God. ഈ കാണിക്കുന്ന സ്നേഹം എല്ലാം ഈ കർത്താവിനോടുള്ള സ്നേഹവും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിമിത്തമായി ഇതൊക്കെയും അവന്റെ ചുറ്റിൽ പ്രകടിക്കപ്പെട്ടത്. Based on the assurance that he is loved by God. ഈ ഒരു കാര്യം കർത്താവ് ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ള പൂർണ്ണ ഉറപ്പുണ്ടായെന്ന് മാത്രം. So no matter how many times King Saul tries to kill me, no matter how many times Absalom tries to kill me, God is love. എത്ര പ്രാവശ്യം സൗൽ രാജാവ് കൊല്ലാൻ നോക്കിയാലും അബ്സലോം അവനെ എതിരായിട്ട് പ്രവർത്തിച്ച് തീർക്കാൻ നോക്കിയാലും കർത്താവിന്റെ കൂടെ ഉണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നതിനുള്ള പൂർണ്ണ ഉറപ്പ് ആ പ്രത്യാശ മനുഷ്യനുണ്ട്. Fourthly, his repentance. 4ാമത്തെ കാര്യം ദാവീദിന്റെ സ്വഭാവ വിശേഷതയില് അവന്റെ അനുതാപമുള്ള ഒരു സ്വഭാവം. 2 Samuel chapter 12 verse 13. 2 സമൂയേലിന്റെ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. So the initial response of David when he has confronted with sin is very simple and plain. I have sinned. ദാവീദ് പാപം ചെയ്തെന്ന് അതിനെക്കുറിച്ച് അറിഞ്ഞ ഉടനെ ആദ്യത്തെ പ്രതികരണം ദാവീദിന്റെ അടുത്ത് ദാവീദ് തന്നെ അവിടെ കാണുന്നത് ഉടനെ അവിടെ അനുതപിക്കുന്ന, ഞാൻ ദൈവത്തിന് എതിരായിട്ട് പാപം ചെയ്തെന്നുള്ള ഒരു അനുതാപത്തിന്റെ വാക്കുകൾ. He is the king of the country, the one who is in full control. അവന് ദാവീദ് അവിടെ രാജാവായിരുന്നു, രാജ്യത്തിന്റെ ഏറ്റവും മെയിൻ അധികാരിയായിരുന്നു. So he would have very well told Nathan, who are you to tell me off to the prison? നാഥാൻ പ്രവാചകനടുത്ത് എളുപ്പം പറയാമായിരുന്നു, നീ ആരാ എന്നെ എടുത്ത് ഈ കുറ്റം ചൂണ്ടിക്കാണിക്കാൻ, നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമെന്ന് പറയാമായിരുന്നു. Or probably would have beheaded him too. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ തലവേനെ വെട്ടിക്കളയാമായിരുന്നു. But David says, I have sinned against God. ബട്ട് ഈ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ദൈവത്തിന് എതിരായിട്ട് പാപം ചെയ്തെന്ന് സമ്മതിക്കുക ചെയ്തു. Psalm 51. സങ്കീർത്തനം 51 we read the song of repentance that David tells out. നമ്മളവിടെ അവിടെ അനുതാപത്തിന്റെ ഒരു പാട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. We read in verse 3 that I recognize my rebellion against you and you alone I have sinned. ഞാൻ എൻ്റെ പാപം കർത്താവേ ഞാൻ അത് മനസ്സിലാക്കി, അത് ദൈവമേ അങ്ങയോട് മാത്രമേ ഈ ചെയ്തു എന്ന് സങ്കീർത്തനം 51 ദാവീദ് കരയുന്നതായിട്ട് കാണാൻ സാധിക്കും. Create in me a clean heart. I cannot create in myself a clean heart. I am so wretched. You have to do this. കർത്താവേ എന്നിൽ പുതിയ ഒരു നല്ല ഹൃദയത്തെ
ഉണ്ടാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. Restore to me the joy of your salvation. എന്നിൽ അങ്ങയുടെ സന്തോഷത്തെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുന്ന പാട്ട് കരച്ചൽ. Verse 17, the sacrifice you desire is a broken spirit. You will not reject a broken and repentant heart, O God. ദൈവത്തിന്റെ അനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിമെരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. See, essentially the sin was against Bathsheba and against Uriah, but he knows that ultimately his sin was against God himself. ദാവീദ് ചെയ്ത പാവം മനുഷ്യനോടായാലും ഉറയയുടെയും ബത്ശബയുടെയും എതിരായിട്ടുണ്ടെങ്കിൽ മനുഷ്യനായാലും കൂടെ അത് അവസാനം അത് അടിസ്ഥാനമായിട്ട് ദൈവത്തോടാണ് എന്ന് ദാവീദിന് മനസ്സിലായി. In contrast, we see Saul in 1 Samuel chapter 15. ഇതേ രീതിയിൽ സൗളിന്റെ കാര്യം നമ്മൾ നോക്കിയാൽ 1 സാമുവേൽ 15 കാണാൻ സാധിക്കും. When he is caught red-handed and was found out that he has sinned. സൗളിനെ അവിടെ ആ തെറ്റ് ചെയ്തത് ദൈവം ചൂണ്ടിക്കാണിച്ചപ്പോൾ he first puts his blame on others. അത് മറ്റവരുടെ മേൽ ആ തെറ്റിനെ മാറ്റിക്കളയാനും തിരിച്ചു കളയാനും സൗൾ നോക്കി. He starts giving excuses. പല കാരണങ്ങളും പറയാൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അതിനെ എന്താ പറയുക കാരണങ്ങൾ പറഞ്ഞ് തപ്പാൻ സൗൾ നോക്കി. He tried to even glorify his sin. അവന് തന്റെ പാപത്തെ തന്നെ വലുതാക്കി നന്മയെന്നുള്ള രീതിയിലാക്കാൻ അവൻ Ultimately he says, I have sinned, so that he would be honored before others. അവസാനമായിട്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സമ്മതിച്ചു, ഞാൻ പാപം ചെയ്തു എന്ന് പറയുണ്ടായി. From the depth of the heart versus superficially telling, I am sorry. ബട്ട് ആ ഉള്ളിലുള്ള അല്ല അവിടെ പറയുന്ന, അവൻ്റെ ഉള്ളിലുള്ളത് യഥാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് ഒരു പക്ഷതാപം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു സൗൾ. How do you confront sin? നമ്മൾ എങ്ങനെ പാപത്തെ നേരിടുന്നു, എങ്ങനെ നമ്മൾ അതിനെ? Repentance is godly when we turn back to God. പക്ഷതിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപിൽ അത് ദൈവത്തോടുള്ള തിരിഞ്ഞു വരുന്നത് വളരെ അംഗീകരിക്കപ്പെട്ടതാണ്. ഭക്തിയുടെ ഒരു പ്രകൃതിയായിട്ട്. Regret or remorse will never take you anywhere. അതിന് ഒരു കാര്യത്തെ തെറ്റ് ചെയ്തതിന് അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നതോ അതിനെക്കുറിച്ച് ജസ്റ്റ് പക്ഷതാപം ചെയ്യുന്നതിനകത്തോ എവിടെയും നമ്മളെ കൊണ്ടുപോകത്തില്ല. Unless we come back to God, there is no hope. അത് തിരിഞ്ഞ് മടങ്ങി ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ആ അനുതാപ ഹൃദയത്തോടെ വരുന്നതാ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു പരിഹാരം കാണത്തില്ല. Finally, his obedience. അവസാനമായിട്ട് ദാവീദിന്റെ ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അനുസരണ സ്വഭാവം. 2 Samuel 5:25, we read that whatever he has been asked to do, he completely, fully obeyed. 2 സാമുവേൽ 5 കാണും, എന്തൊക്കെയും ദൈവം പറഞ്ഞോ അത് അതുപോലെ ദാവീദ് അനുസരിക്കുന്ന without any reasoning, without any questioning, he just obeyed. അതിനുള്ള ഒരു ഉത്തരം വേറെ ഒന്ന് തർക്കമോ ഒന്നും ചെയ്യാതെ തന്നെ അതുപോലെ തന്നെ അനുസരിക്കുന്ന ഒരു സ്വഭാവം. Against Saul, he had the opportunity to kill, but he said, I will not raise my hand against the anointed. He remembered what God had asked. സൗലിനെ നേരിട്ടപ്പോൾ, സൗലിനെ കൊല്ലാനുള്ള സന്ദർഭം വന്നപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനിതെന്റെ ചെയ്യത്തില്ല എന്ന് പറയാനുള്ള ഉറപ്പ്. Because he knew that he cannot raise the hand against the Lord's anointed. എന്താ കാരണം? ദൈവത്തിന്റെ അഭിഷക്തന്റെ മേലിൽ എനിക്കത് കൈ ഉയർത്താൻ സാധിക്കത്തില്ല, എതിരായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. There was no need for him to take up Mephibosheth and include him in his table every day. There was no need. ജോനത്തന്റെ മകനായ മെഫിബോശത്തിനെ ഒരിക്കലും തന്റെ മേശയിൽ വെച്ച് അവന് ആഹാരം കൊടുക്കാനും ശ്രദ്ധിക്കാനും ഒരു ആവശ്യമില്ലായിരുന്നു ദാവീദിന് ഒരു രീതിയിൽ നോക്കിയാൽ. Ideally, any king would slay his rival's son's head because of the threat to his throne. ഇങ്ങനെ ഒരു രാജാവിന്റെ പൈതലായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഏത് രാജാവും അവനൊരു വെല്ലുവിളിയായിട്ട് എപ്പോഴെങ്കിലും തീരുമെന്നുള്ള ആ ഒരു ചിന്തയിൽ അവരെ ഒടുക്കിക്കളയുന്ന മാറ്റിക്കളയുന്ന ഒരു സ്വഭാവമാണ് സാധാരണ ചെയ്യുന്നത്.
but he did this out of his woe to Jonathan. ബട്ട് ഈ വ്യക്തി ചെയ്തത് ആ യോനാഥാന്റെ മേലിൽ വെച്ചിരുന്ന ഉടമ്പടി നിമിത്തം ഈ വ്യക്തി ഈ മെഫിബോശത്തിന് ആ സ്നേഹം കാണിച്ചായിട്ട് കാണാൻ സാധിക്കും. When he had so much of passion to build a temple for God, when he had so much of passion to build a temple for God, God said, "It is not you, it is going to be your son." കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ കർത്താവ് പറഞ്ഞത് എന്തുവാ, നീ അല്ല പണിയേണ്ടത്, നിന്റെ മകനാ ചെയ്യേണ്ടതെന്നുള്ളത്. He doesn't barge in and goes and build a magnificent temple. He doesn't do that. He just obeys. കർത്താവ് അത് പറഞ്ഞപ്പോൾ അതുപോലെ അനുസരിക്കുകയും അവൻ പിന്നെ തന്നെ സ്വന്തം ശ്രമങ്ങളിൽ വേറെ ഒന്നും പണിയാൻ കർത്താവിന് പോയില്ല. അവൻ കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിക്കാൻ. Many times we ask God, what is your will in my life? നമ്മൾ പല സമയത്തും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ അങ്ങയുടെ ഹിതം എന്തോ എൻ്റെ ജീവിതത്തിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. I want to know your will regarding my future, regarding my spouse, regarding my children. I want to know that. കർത്താവേ എനിക്ക് അങ്ങയുടെ ഹിതം എന്തുവാന്ന് അറിയണമെന്നെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട് കർത്താവിനോട്. I want to know what stream of work I will be doing. I want to know who is the one whom I am going to marry. കർത്താവേ ഞാൻ എന്തോ പഠിക്കേണ്ടത്, ഏത് കാര്യത്തിൽ ഞാൻ ജോലി ചെയ്യേണ്ടത്, ഞാൻ ആരെ വിവാഹം കഴിക്കേണ്ടത് എന്നെല്ലൊക്കെ നമ്മൾ കർത്താവിനോട് ചോദിക്കാറുണ്ട്. I want to know your will, God. ഇനി കർത്താവേ അങ്ങയുടെ ഹിതം എനിക്കതെന്ന് മനസ്സിലാക്കണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. It's a good thing to know the will of God. ഇത് നല്ല കാര്യം തന്നെയായിരുന്നു കർത്താവിന്റെ ഹിതം മനസ്സിലാക്കാൻ. But the question is, why do you want to know the will of God? അപ്പൊ ഇതിനകത്തൊരു ചോദ്യം, നമ്മൾ എന്തിനാ ഈ പ്രാർത്ഥന, എന്തിനാ നമുക്ക് ഈ കർത്താവിന്റെ ഹിതം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള ചോദ്യം. What if God tells you to do something which you have never even thought of, never wanted to do in your life? നമ്മളൊന്ന് ചിന്തിക്കുക, കർത്താവ് നമ്മൾ ഈ ചോദിക്കുന്ന കാര്യത്തിന്റെ പുറകില് ഒരു ഉത്തരം പറയുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ഉത്തരമായെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? Will I still obey? ഞാൻ അപ്പോഴും നമ്മൾ അനുസരിക്കുമോ? See, I was a person who never wanted to go to missions. ഞാൻ ഒരു വ്യക്തിയായിരുന്നു, എനിക്ക് ഒരിക്കലും ഒരു കർത്താവിന്റെ വേലയിലേക്ക് മിഷണറി ആയിട്ട് പോകാൻ ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. I always told many excuses. I am very comfortable in Kerala. I will do many things for you in Kerala. I will do this. I am comfortable. ഞാൻ കർത്താവിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ തന്നെ ഇരുന്ന് പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യാമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. But God kept on telling me, this is what I want. ബട്ട് ദൈവം എന്നെ വീണ്ടും എന്നെ ഓർപ്പിക്കുകയുണ്ടായി, നീ ഇങ്ങനെ ചെയ്യണം, ഇതാ ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. I was reluctant to obey for a long time. ഞാൻ വളരെ മടിച്ചു കർത്താവിനെ അതുപോലെ അനുസരിക്കാൻ വേണ്ടി. Finally we went there. അവസാനം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയി. After that God is telling us to come back. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ് വീണ്ടും മടങ്ങി വരാൻ പറഞ്ഞു. Again I am saying no, I have been called to be here. No, I will continue to be here. അപ്പൊ ആ സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ കർത്താവ് തിരിച്ച് മടങ്ങി വരാൻ പറഞ്ഞപ്പോൾ, ഇല്ല കർത്താവ്, എനിക്ക് ഇങ്ങനെയാണല്ലോ അവർ അങ്ങ് വിട്ടിട്ടുള്ളത്, പിന്നെ എങ്ങനെ ഞാൻ മടങ്ങി പോകുന്നത് എന്ന് ഞാൻ പറയാറുണ്ടായി. In the first place, I never wanted to come to missions. You have brought me here. Now you cannot ask me to go back. ആദ്യം തന്നെ എനിക്ക് ഇവിടെ വരാൻ ഒരു ആഗ്രഹമുള്ളവരും അങ്ങ് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ വന്നത്, പിന്നെ എന്തോ തിരിച്ചു പോകാൻ പറയുന്നത്. All sorts of reluctance, all sorts of disobedience. എല്ലാ രീതിയിലുള്ള അതിനകത്തുള്ള മടിയും അനുസരണക്കേടും എന്നിൽ വന്ന് വരാൻ തുടങ്ങി. But it is beautiful to obey. എത്ര അനുഗ്രഹിക്കപ്പെട്ട സ്ഥിതിയാണ് കർത്താവിനെ അനുസരിക്കാൻ പറയുന്നത്. When we look back as a family, whenever we have obeyed God, God has been so good to us. ഞാൻ തിരിച്ചു നോക്കുമ്പോൾ, ഒരു കുടുംബമായിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ എപ്പോഴൊക്കെയും കർത്താവിനെ ഞാൻ അനുസരിച്ചോ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥിതിയായിരുന്നു. So better know that if you obey, God will bless you. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ കർത്താവിനെ അനുസരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ പിന്നിൽ അനുഗ്രഹം കൂടെ വരുമെന്ന്. But why would you obey? നിങ്ങൾ എന്തിനാ കർത്താവിനെ അനുസരിക്കേണ്ടത് ആവശ്യം? Is it for the blessings? ഇത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ അനുസരിക്കുന്നത്? Or is it because of the love that you have for God? ഇത് കർത്താവിനുള്ള മേലുള്ള സ്നേഹ നിമിത്തമാണോ കർത്താവിനെ അനുസരിക്കുന്നത്? 5 things. 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. Faith of David. ദാവീദിന്റെ വിശ്വാസം. Faith on a person. ആ ഒരു വ്യക്തിയുടെ മേലുള്ള വിശ്വാസം. He who has taken care of our eternal future will take care of our earthly future as well. നമ്മുടെ നിത്യതയെക്കുറിച്ച് നമുക്ക് സൂക്ഷിക്കുന്ന ദൈവം നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളും കൂടെ സൂക്ഷിക്കുന്ന ദൈവമാണ്. Second was hope. പിന്നെ രണ്ടാമത് ദാവീദിന്റെ ഉദ്ദേശം പ്രത്യാശയായിരുന്നു. Both eternal hope and earthly hope, again based on the same person. നിത്യ പ്രത്യാശയും ഈ ലോകത്തിൽ അനുദിന ജീവിതത്തിന്റെ പ്രത്യാശയും ഉണ്ടായിരുന്നു. Third was love.
മൂന്നാമത്തെ ദാവീദിന്റെ വിശേഷത സ്നേഹമായിരുന്നു. His passion and love for this God ദൈവത്തോടുള്ള സ്നേഹം prompted him to love others. ആ ഉള്ള സ്നേഹം മറ്റവരെയും സ്നേഹിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. Fourth was repentance. നാലാമത്തെ അനുതാപം, പക്ഷപാതം, ദൈവത്തോടുള്ള പക്ഷത്താപം. Though he sinned against people, he ultimately knew that his sin was against God. മനുഷ്യരുടെ എതിരായിട്ട് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എല്ലാം ദൈവത്തിന്റെ എതിരായിട്ടുള്ള പ്രവർത്തനമാ എന്ന് ദാവീദ് വ്യക്തമായിട്ട് മനസ്സിലാക്കി. Finally, obedience. അവസാനം അനുസരണത്തുള്ള സ്വഭാവം. Ultimately, the obedience was towards God. അത് അനുസരിക്കുമ്പോൾ ദൈവത്തോടുള്ള അനുസരണമായിരുന്നു. So the picture is very clear. അതുകൊണ്ട് ഈ കാഴ്ച വ്യക്തമായി നമുക്ക് വളരെ വ്യക്തമായിരിക്കുന്നു. Why is David called as a man after God's own heart? എന്തിനാ ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം വിളിക്കാൻ ഇടയായത്? Because everything was centered around God. എല്ലാം കർത്താവിനെ കേന്ദ്രീകരിച്ചതായിരുന്നു. Whether he does something, whether he is something, whether he obeys, whether he loves, whether he repents, everything is centered around this God. എല്ലാം തെറ്റ് ചെയ്യുമ്പോഴും അനുസരിക്കുമ്പോഴും എല്ലാ സമയത്തും കർത്താവ് എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. Seek first the kingdom of God, and all these things shall be added unto you. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ഇവയൊക്കെയും നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തമാണ്. Many times we are focused on all these things that shall be added unto us. നമ്മൾ പല സമയത്തും പല അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ചേർത്ത് കൂട്ടുന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ പോകുന്നത്. Many times it is out of that desire that we seek God. ആ ഒരു അനുഗ്രഹങ്ങൾ കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടുമെന്നുള്ള ഒരു നോട്ടത്തില ചിന്തയിലാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്. Have you seen God as a person? നമ്മൾ ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ടുണ്ടോ? Who cries with you when you cry? നമ്മളോട് കൂടെ നമ്മൾ കരയുമ്പോൾ നമ്മളോട് കൂടെ കരയുന്ന ദൈവം. Who laughs with you when you are joyous? നമ്മളെ കൂടെ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളോട് കൂടെ സന്തോഷിക്കുന്നത്. Who is with you when you are lonely? നമ്മുടെ കൂടെ നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം. Who is your ever present help when you are helpless? നമ്മൾ എല്ലാ സമയത്തും നമ്മൾ സഹായമില്ലാത്ത സമയത്ത് നമ്മുടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരു ദൈവം. God is a person. ഈ ദൈവം ഒരു വ്യക്തിയാണ്. And unless we seek this God, there is no epitaph as good as what God told David. Let God tell about us, each of us, that we are after God's own heart. ദൈവത്തിന്റെ നമ്മളെക്കുറിച്ച് എന്തോ പറയുമെന്നുള്ള ആ ലേബൽ, നമ്മളെക്കുറിച്ച് ദൈവം എന്തോ പറയുമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് ഉപയോഗമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ദൈവം എങ്ങനെ ദാവീദിനോട് പറഞ്ഞതുപോലെ പറയാൻ സാധിക്കാതെ പോകും. നമുക്ക് കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ മൊത്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന മുമ്പ് നമ്മൾ ഉറവാക്കിയതിന് കർത്താവെ ഈ വചനത്തിന് വേണ്ടി സ്തോത്രം. ഞങ്ങൾക്ക് ദാവീദിന്റെ സ്വഭാവം എന്തൊരു കർത്താവെ ഗുണങ്ങളുണ്ട്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമായ ഒരു മനുഷ്യനെന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായിരുന്നു. കർത്താവെ അതുപോലെ കർത്താവെ ഞങ്ങളെയൊക്കെയും ആക്കി തീർക്കാനാണല്ലോ കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കർത്താവെ ഞങ്ങളൊക്കെ നമ്മളായിത്തീരാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ കേട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളത് അനുഗമിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാസനെ വചനം തന്നതിന് വേണ്ടി സ്തോത്രം. ഞങ്ങൾക്കൊക്കെയും കർത്താവ് ഇത് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം അപേക്ഷിക്കുന്നു പിതാവേ. Quickly we are off now, on off. Little sorry for that because translation വന്നുകൊണ്ടാണ് ഇത്രയും സമയമായത്. അത് ദൈവം